രാജ്യത്തിൻ്റെ ലൈഫ് സയൻസ് നവീകരണ മേഖലകളിൽ നിർണായക നാഴികക്കല്ലാകാൻ പോകുന്ന CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഹബ്ബിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിലാസ്ഥാപനം നിർവഹിച്ചു. തിരുവനന്തപുരം തോന്നയ്ക്കലിലെ ബയോ 360 ലൈഫ് സയൻസ് പാർക്കിലാണ് 10 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ അത്യാധുനിക സംരംഭത്തിന് തുടക്കമായത്. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലുള്ള CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് പുതിയ ഹബ്ബ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ലാബുകളിൽ നടക്കുന്ന ഗവേഷണങ്ങളെ വിപണിയിലേക്ക് നേരിട്ടെത്തിക്കുന്ന നാഷണൽ പ്ലാറ്റ്ഫോമായിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കുക. ആയുർവേദത്തെ ആധുനിക ബയോടെക്നോളജിയുമായി സംയോജിപ്പിച്ച് ശാസ്ത്രീയമായ സ്ഥിരീകരണം നൽകുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനുള്ള പരിസ്ഥിതി സൗഹാർദ്ദ പാക്കേജ് സാങ്കേതികവിദ്യകൾ, മാലിന്യജലത്തിൽ നിന്നും സോളാർ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്നതിനുള്ള പൈലറ്റ് പ്ലാന്റ്, കയർ, റബ്ബർ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ മൂല്യവർദ്ധനവിനും സ്റ്റാർട്ടപ്പുകൾക്കും ആവശ്യമായ സാങ്കേതിക പിന്തുണ എന്നിവയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. So this particular NIST Innovation Hub through the Center of Excellence on Ayush will take care of this kind of a standardization as well as this quality control and also the main R&D on Ayurveda. So we are not going to work as a part of Ayush because we have taken only Ayurveda because Ayurveda is the base of this Kerala state and therefore our center, it's a center of excellence mainly on Ayurveda. So this technology adoption means we'll be able to get the attention of startups, MSMEs, entrepreneurs, and if possible and if need be some kind of a self-help groups in whichever way entrepreneurship wants it to be supported. So all the kind of support, handshaking, hand-holding, mentoring, guidance, all these will be given, all the kind of support will be given by the NIST team of scientists. വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഓൾ ഓഫ് ഗവൺമെന്റ് സമീപനമാണ് ഹബ്ബിലൂടെ നടപ്പിലാക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു. വികസിത് ഭാരത് 2047 എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തിലേക്ക് കേരളത്തിന്റെ സംഭാവനയായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള വലിയൊരു ലൈഫ് സയൻസ് ക്ലസ്റ്ററിന് ഇത് അടിത്തറയാകുമെന്നും CSIR നിസ്റ്റ് ഡയറക്ടർ ഡോക്ടർ C അനന്തരാമകൃഷ്ണനും കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 10 ഏക്കർ സ്ഥലത്താണ് ഹബ്ബ് ഒരുങ്ങുന്നത്. ECV ന്യൂസ്, തിരുവനന്തപുരം.